ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൈക്കോതെറാപ്പിയെ പറ്റിയാണ്. നമ്മളെല്ലാവരും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നേരം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആലോചിക്കുന്ന ഒരു കാര്യമാണല്ലോ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവുന്നതിന് മുന്നേ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും പോയി ഇത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ, എന്താണ് ഈ സൈക്കോളജിസ്റ്റുമാർ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി നോക്കിയാലോ എന്ന്. പക്ഷേ ആലോചിക്കുന്ന ആൾക്കാരെല്ലാവരും കൗൺസിലേഴ്സിൻ്റെ അടുത്ത് എത്താറില്ല. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ നമുക്കിതിനൊരു പേടിയാണ്, നാട്ടുകാരെന്താ വിചാരിക്കുക, എത്ര പൈസ ചിലവുണ്ടാവും, ഇവിടെയൊക്കെ പോയി കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു തന്നാലോ, നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറ്റം അവർ കണ്ടുപിടിച്ചാലോ, ഞാൻ അത്ര വലിയ നല്ല ആളൊന്നും അല്ലല്ലോ, സൈക്കോളജിസ്റ്റിനോട് ഇതൊക്കെ എങ്ങനെ തുറന്നു പറയുക, ഒരാളോട് എങ്ങനെയാണ് പറയുക എന്നൊക്കെ. അപ്പോൾ സൈക്കോളജിസ്റ്റുമാർ എപ്പോഴും നോൺ ജഡ്ജ്മെൻറ്റലായ ആൾക്കാരായിരിക്കും. സൈക്കോളജിസ്റ്റുമാർ നിങ്ങളെ മതം എടുത്തിട്ട് മതത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു മനസ്സിലാക്കി മോനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ആൾക്കാർ കൗൺസിലിങ്ങിൽ ഒരിക്കലും മതമില്ല. മതപരമായ ചില റൂൾസുകളും ആറ്റിറ്റ്യൂഡുകളും ഒക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാവും. ഇപ്പോൾ പല പല സാധനങ്ങൾ, ചില ചിട്ടകളൊക്കെ നമ്മൾ മതത്തിൽ പറയുമ്പോൾ അത് നല്ല കാര്യമാണ് നമുക്ക് ചെയ്യുന്നതിനെ കൊണ്ട്. അങ്ങനത്തെ ഹെൽത്തിയായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ മതത്തിലേക്ക് അടുപ്പിക്കാൻ നോക്കുമെന്നല്ലാതെ ഒരു എത്തിസ്റ്റായ ഒരാളെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു മനസ്സിലാക്കി അയാൾക്ക് ഇഷ്ടമല്ലാതെ അയാൾ ഒരു തരത്തിലേക്ക് മാറ്റില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി റിലീജിയസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് അതിനുള്ള ടിപ്സൊക്കെ തരും. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, കൗൺസിലിങ്ങിനാണോ പോകേണ്ടത്, ഞാൻ സൈക്കോതെറാപ്പിക്കാണോ പോകേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടൊരു സാധനം, നിങ്ങൾ ആദ്യം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. സൈക്കോളജിസ്റ്റുമാർ കൗൺസിലിങ്ങും ചെയ്യും, സൈക്കോതെറാപ്പിയും ചെയ്യും. സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇപ്പം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇതിലേതാ നിനക്ക് ചെയ്യണമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ നീ പറയും, എന്നിട്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നീ ചെയ്യും, നീ ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്ത് അങ്ങനെയല്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ച് പറഞ്ഞു മനസ്സിലാക്കി കേട്ട് വെൻറ്റിലേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് പ്രശ്നങ്ങളും പ്രോബ്ലം സോൾവിങ് ഒക്കെ അവരെ കൊണ്ട് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവർക്ക് തന്നെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഒരു മെൻറ്ററിനെ പോലെ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് ഒക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡ് അല്ലെങ്കിൽ ഒരു സഹായി എന്ന ഒരു സാധനത്തിന്, ആ സഹായിയാണ് നമ്മൾ കൗൺസിലർ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, സൈക്കോതെറാപ്പിയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന 2 വർഷ കോഴ്സ് പഠിച്ചു വന്നിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. സൈക്കോളജിസ്റ്റുമാരും സൈക്കോതെറാപ്പി ചെയ്യുമെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർക്ക് സൈക്കോതെറാപ്പിയും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്സ്, സൈക്കോമെട്രിക്സ് എന്ന് നമ്മൾ പറയും, സൈക്കോളജിക്കൽ ടെസ്റ്റിങ്സ്, ഈ IQ ടെസ്റ്റ്, റോഷാക്കിംഗ് ബ്ലഡ് ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, ഇങ്ങനത്തെ കുറേ ടെസ്റ്റിങ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സാധാ ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം കേട്ടിട്ട് വലിയ പ്രശ്നമാണോ അതോ ചെറിയ കുറച്ച് കൗൺസിലിംഗ് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ സൈക്കോതെറാപ്പി ചെയ്യില്ല. ഞാൻ അവിടെ കൗൺസിലിംഗ് മാത്രം ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ തന്ന് ഒരു മെഡിറ്റേഷൻ്റെ കാര്യങ്ങളായാലും ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ വിടും. അതല്ല നിങ്ങൾക്ക് സൈക്കോതെറാപ്പിയുടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോതെറാപ്പീസ് ചെയ്യും. സൈക്കോതെറാപ്പീസിൻ്റെ എക്സാമ്പിൾസ് ആണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി, എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ, അതായത് CBT, DBT, ERP, TCBT, MBCT എന്നൊക്കെ പറയുന്ന 100ഓളം കണക്കിന് സൈക്കോതെറാപ്പീസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സൈക്കോതെറാപ്പീസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റിന് കൗൺസിലിങ്ങിൽ ഒരു കൗൺസിലറിന് കൗൺസിലിംഗ് മാത്രം ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനുള്ള അത്ര ഒരു ഫ്രീഡം സൈക്കോതെറാപ്പിയിലില്ല. കൗൺസിലേഴ്സിന് എന്തും പറയാം, നമ്മുടെ ഇഷ്ടത്തിന് സെഷനിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം, കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവാം, ഒക്കെ ചെയ്യാം. പക്ഷേ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തം പോലും, ഇപ്പോൾ ചില സൈക്കോതെറാപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈൻറ്റ് സെൻറ്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റ് സെൻറ്റേർഡ് ആയിട്ട് നമ്മൾ കുറച്ചൊരു ബോസി ആയിട്ട് ഇരിക്കേണ്ട ചില കേസുകളിൽ അങ്ങനെ ചെയ്താലാണ് മാറ്റം വരിക എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ തെറാപ്പിസ്റ്റ് ഇരിക്കുന്ന രീതി, ഇപ്പോൾ ഇങ്ങനെ ബാക്കോട്ടേക്ക് ചാരിയിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്നതിൻ്റെ രീതി അല്ലെങ്കിൽ മുഖം വെക്കുന്നതിൻ്റെ രീതി വരെ മാറ്റുന്ന ഒരു സാധനമാണ് സൈക്കോതെറാപ്പി. അപ്പോൾ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഫോക്കസ് ചെയ്യണം. അതുമാത്രമല്ല നമുക്ക് സെഷൻസുകളിൽ നമ്മളുടെ മൊഡ്യൂൾസുകളിൽ പുസ്തകങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ സെഷനിൽ ഇങ്ങനെ ചെയ്യുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുക, രണ്ടാമത്തെ സെഷനിൽ സൈക്കോ എഡ്യൂക്കേഷൻ ചെയ്യുക, ഒരു രോഗിക്ക് രോഗം എന്താണെന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുക,
മൂന്നാമത്തെ സെഷനിൽ ഈ രോഗിയുടെ കോഗ്നിറ്റീവ് ബിലീഫ്സുകളൊക്കെ പുറത്തെടുക്കുക. ഈ രോഗിക്ക് ചൈൽഡ്ഹുഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എന്തൊക്കെ ബിലീഫ്സാണ്. ഇപ്പോൾ മെൻ വിൽ ബി മെൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ആണുങ്ങളും കണക്കാം എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെ ബിലീഫ്സുകൾ ഈ ചെറുപ്പത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കണ്ടുപിടിക്കുക. നാലാമത്തെ സെഷനിൽ അതിനെയൊക്കെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കോഗ്നിറ്റീവ് എന്തെങ്കിലും ഡിഫ്യൂഷൻ ടെക്നിക്സുകളോ അല്ലെങ്കിൽ CBTയിലെ ടെക്നിക്സുകളോ തോട്ട് ഡയറി ടെക്നിക്സുകളോ അങ്ങനത്തെ ഒക്കെ പല ടെക്നിക്സുകൾ. ഈ ഓരോ തെറാപ്പിയിലും ഒരുപാട് ടിപ്സും ടെക്നിക്സുകളും ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് സയൻറ്റിഫിക്കായി കണ്ടുപിടിച്ച് പഠനങ്ങൾ ചെയ്തപ്പോൾ OCD എന്ന് പറയുന്ന അസുഖം, ഒസ്വാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അസുഖം, ആ അസുഖത്തിന് നമ്മൾ ചെയ്യുന്നൊരു മെയിൻ തെറാപ്പീസ് 2 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBTയും ERPയുമാണ്. ഈ തെറാപ്പീസ് ചെയ്ത് ഒരുപാട് OCD പേഷ്യൻസിനെ മാറ്റിയതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ റിസർച്ചുകളൊക്കെ ചെയ്ത് OCD പേഷ്യൻസിൽ ഈ തെറാപ്പീസൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും മാറ്റം വരുന്നുണ്ട്. ചില ആൾക്കാർ ഇത്ര സെഷൻ എടുക്കും, ചില ആൾക്കാർ കുറച്ചും കൂടെ കൂടുതൽ സെഷൻ എടുക്കും, ചില ആൾക്കാർ വളരെ കുറഞ്ഞ സെഷൻ കൊണ്ട് മാറും. ചില ആൾക്കാർക്ക് സൈക്കോതെറാപ്പി മാത്രം കൊണ്ട് മാറ്റമില്ലെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ മെഡിസിൻ്റെ കൂടെ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ മാറ്റമുണ്ടാവും. സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി സാധനമാണ്, ഒരു മാജിക് പോലത്തെ സാധനം. പല പല ടെക്നിക്സുകളൊക്കെ ഉണ്ടല്ലോ സൈക്കോതെറാപ്പിയിൽ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴും ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്ക് എന്നൊക്കെ പറയുന്ന ചില ടെക്നിക്സുകൾ ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ എറിക് ബേൺ അല്ലെങ്കിൽ ആരോൺ ബെക്ക് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും കണ്ടുപിടിച്ചിട്ടുള്ള ഭയങ്കര അവർ കണ്ടുപിടിച്ച് അവരവരുടെ പേഷ്യൻറ്റിൽ പരീക്ഷിച്ച് ഈ സ്റ്റെപ്പിൻ്റെ ഓർഡറിൽ തന്നെ ചെയ്തു പോണത്. അതാണ് ഞാൻ പറഞ്ഞത്, കൗൺസിലറിന് അത്ര ഫ്രീഡം ഉണ്ട്, പക്ഷേ സൈക്കോതെറാപ്പിസ്റ്റിന് അത്ര ഫ്രീഡം ഇല്ല. എന്താ വെച്ചാൽ സൈക്കോതെറാപ്പിസ്റ്റിന് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ സെഷനിൽ OCD പേഷ്യൻ്റ് വന്ന ഫസ്റ്റ് സെഷനിൽ ഇങ്ങനെ ചെയ്യുക, സെക്കൻഡ് സെഷനിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ അതേ സാധനം തന്നെ. പക്ഷേ തെറാപ്പിസ്റ്റിൻ്റെ സ്കില്ല് ഇപ്പം ഞാൻ പറഞ്ഞു വലിപ്പിക്കുമ്പോഴും എൻ്റെ കൊളീഗായ വേറൊരാൾ പറഞ്ഞു വലിപ്പിക്കുമ്പോഴും രണ്ടല്ലേ. അപ്പം നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊക്കെ ഉള്ളത് തെറാപ്പിസ്റ്റിൻ്റെ സ്കില്ലാണ്. നമ്മളെങ്ങനെ നിൽക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ചിരിക്കുന്നു, എങ്ങനെ പറഞ്ഞ് കോംപ്രഹെൻസീവായി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യം പറയുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്കില്ലാണ്. പക്ഷേ ഒരു സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച് തന്നെയാണ് ചെയ്യുക. ആദ്യമായിട്ട് ഒരു പേഷ്യൻറ്റിനൊക്കെ കിട്ടുമ്പോൾ ഞാനൊക്കെ MPhil പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ PhDക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ടോപ്പിക്ക് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളിൽ TCBT എന്ന് ട്രാൻസ് ഡയഗ്നോസ്റ്റിക് CBT എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് ഞാൻ PhD ചെയ്തത്. അപ്പോൾ ആ ടോപ്പിക്കിലൊക്കെ ഒരുപാട് പേഷ്യൻറ്റിനെ പഠനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ സെഷൻസുകൾ ചെയ്ത് അവരെ മാറ്റിയെടുത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പേഷ്യൻസിനോടൊക്കെ അങ്ങനെ പറയും, ഈ TCBTയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ സൈക്കോതെറാപ്പിയിൽ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ ഇങ്ങനെ തന്നെ അത് ചെയ്തു പോയാലേ ആ അസുഖം മാറുള്ളൂ. ഇത് കൗൺസിലിങ്ങിൽ മാറൂല, അല്ലെങ്കിൽ ഇത് സൈക്കോതെറാപ്പി മാത്രത്തിൽ മാറൂല, ഇത് മരുന്നിൻ്റെ കൂടെയും കൂടെ സൈക്കോതെറാപ്പി ചെയ്താലേ മാറുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ വീര്യത്തിനനുസരിച്ച് സിംറ്റത്തിനനുസരിച്ച് ഏതൊക്കെ അസുഖമാണ്, ഇപ്പോൾ ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡറിന് ഏറ്റവും നല്ല തെറാപ്പി IPSRT ആണ്. ഓക്കെ, ഇൻ്റർപേഴ്സണൽ സോഷ്യൽ റിതം തിയറി എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ആ തെറാപ്പിയിലാണ് ഇൻ്റർപേഴ്സണൽ സ്കില്ല്, സൊസൈറ്റി ആയിട്ട് നമ്മളെങ്ങനെ, നമ്മുടെ കാര്യങ്ങളെങ്ങനെ, നമ്മുടെ ഇൻട്രാപേഴ്സണൽ സാധനങ്ങളെങ്ങനെ, ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഓരോന്നിലും ഓരോന്നാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പഠനങ്ങൾ ചെയ്തൊക്കെ പുതിയ തെറാപ്പികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഈ അടുത്ത ഒരു തെറാപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പുതിയൊരു രീതിയിലുള്ള തെറാപ്പി. ആ തെറാപ്പിയിൽ ഇന്ന രോഗികൾക്ക് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി മാറ്റം വരുമെന്ന് പഠനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പഠനങ്ങൾ പബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ആ തെറാപ്പി വരും. അതേപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള പല വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച ആരോൺ ബെക്കൊക്കെ എത്രയോ മുന്നേ ഉണ്ടായ ഒരു ആളാണ്. അപ്പോൾ മൂപ്പരുടെ ഒക്കെ തെറാപ്പീസ് ഇപ്പോഴും CBT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എല്ലാവർക്കും അറിയേണ്ട ഒരു സൈക്കോളജിസ്റ്റായ CBT അറിയാത്തൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവാനേ പാടില്ല. എന്താ വെച്ചാൽ അത്രയും മാജിക്കലായ ഒരു തെറാപ്പിയാണ്. അപ്പോൾ കൗൺസിലിങ്ങും തെറാപ്പിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ വീര്യത്തിനനുസരിച്ച് അസുഖത്തിൻ്റെ ഡിസോർഡറിനനുസരിച്ച് ഓരോ തെറാപ്പികളാണ് യൂസ് ചെയ്യുക. പിന്നെ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന സംശയമാണ്, തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ പോലെ കൈയും കാലൊക്കെ പിടിച്ച് അങ്ങനെയില്ല. ചില തെറാപ്പീസിൽ നമ്മൾ കൈ കൊണ്ട് പാറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യാൻ പറയും. അങ്ങനെ ശരീരത്തിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ തൊട്ട് അല്ലെങ്കിൽ പറഞ്ഞ് ചോദിച്ചുകൊണ്ടൊക്കെ തൊടുന്ന ചില തെറാപ്പീസുകൾ ഉണ്ട് എന്നല്ലാതെ എല്ലാം സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു തെറാപ്പിയാണ്. ഒരുപാട് ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്.
സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്ന് പറഞ്ഞിട്ടുണ്ട്, സൈക്കോളജിസ്റ്റ് അയാൾ മെയിൽ തൊട്ടു, ഫുൾ മെയിൽ ഇങ്ങനെ കിടത്തിയിട്ട് തൊട്ട് ഒഴിഞ്ഞു പോയിട്ട് റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞു, ഇതൊരു തെറാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് ഈ സൈക്കോതെറാപ്പി എന്താണെന്ന് അറിയാണ്ട് അവരത് കേട്ട് ഇതെന്തോ റിലാക്സിങ്, ഇത് ബാഡ് ടച്ച് ആണെന്ന് മനസ്സിലായിട്ടും അതിന് സ്വന്തം പാരൻസ് പോലും പുറത്ത് നിന്നിട്ട് കുട്ടീനെ ഇതേപോലെ മൊളസ്റ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെ പറ്റിയിട്ടൊക്കെ എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ സൈക്കോതെറാപ്പിയിൽ അങ്ങനെ തൊട്ടുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ടുള്ള തെറാപ്പിയും സാധനങ്ങളൊന്നുമില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കുക. സൈക്കോതെറാപ്പി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായ കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മശക്തി ഭയങ്കര കുറഞ്ഞ പോലെ തോന്നുന്നു, നിങ്ങൾക്കൊരു സൈക്കോതെറാപ്പി ചെയ്യാം. ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കും സൈക്കോതെറാപ്പിസ്റ്റ്. അതേപോലെ നിങ്ങൾ ഹസ്ബൻഡും വൈഫും എപ്പോഴും അടിയാണ്, പക്ഷെ നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്തോ ഒരു സാധനം അവിടെ മിസ്സിങ് ആയിരിക്കും. ഒരു നട്ടും ബോൾട്ടും മിസ്സിങ് ആണെന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു സ്ക്രൂ ഒരു മിസ്സിങ് ആയിരിക്കും. അത് ചിലപ്പോൾ ആ സൈക്കോ തെറാപ്പിസ്റ്റ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ചിലപ്പം നിങ്ങൾക്ക് റെഡിയാക്കി തന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് നിങ്ങൾ ചിലപ്പം പോകും. അങ്ങനെ ചെറിയ ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ മടി, സൈക്കോതെറാപ്പി എന്താ അറിയില്ല, കൗൺസിലിംഗ് എന്താ അറിയില്ല, എത്ര പൈസ വരും എന്നറിയില്ല, ഇവരൊക്കെ പിടിച്ച് നമ്മളെ കുറേ സെഷൻ എടുപ്പിക്കുകയോ കുറേ പൈസ പൊട്ടിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഡൗട്ടുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. എത്ര പൈസയാവും, എന്താവും, എത്ര സെഷൻ എടുക്കും, ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ എത്ര സെഷൻ എടുക്കാറുണ്ട്, മാറാറുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. ഡെയിലി ഒരുപാട് മെസ്സേജസ് നമ്മുടെ ഈ നമ്പറിലേക്ക് വരാറുണ്ട്. അതിന് വേറെ തന്നെ ഒരു 2-3 ലേഡീസ് നമ്മൾ ഈ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും അത്തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളും ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ സൈക്കോതെറാപ്പീനെയും കൗൺസിലിങ്ങിനെയും പറ്റി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് എന്താണെന്നും എപ്പോഴാണ് പോകേണ്ടതെന്നും നാട്ടുകാർ പേടിച്ച് നിങ്ങൾ സൈക്കോതെറാപ്പിക്കും കൗൺസിലിങ്ങിനൊന്നും പോവാണ്ട് ഒരു പ്രശ്നം കൊണ്ട് നടന്ന് അതിനൊരു പ്രൊലോങ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക രോഗങ്ങൾ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ വർഷങ്ങൾ ഇങ്ങനെ വെറുതെ നശിപ്പിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആരെയും പേടിക്കാതെ സൈക്കോതെറാപ്പി എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് സീരീസിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെയുള്ള സീരീസിലൊക്കെ പലരും ബോസ്റ്റ് ചെയ്ത് പറയുന്നത് ഐ എം ഗോയിങ് ഫോർ സൈക്കോതെറാപ്പി എന്നൊക്കെ ഭയങ്കര ബോസ്റ്റ് ചെയ്ത് സെലിബ്രിറ്റീസൊക്കെ പറയുന്നൊരു സാധനമാണിത്. അപ്പോൾ അതിനെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള നാടൻ ആൾക്കാർ എന്തോ പ്രാന്താണ് മാനസിക രോഗമാണെന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് വന്ന് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഇതൊന്ന് റെഡിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്ന ടിപ്സും ടെക്നിക്കും നിങ്ങൾ മനസ്സിലാക്കി ഇത് റെഡിയാക്കുന്നതിൽ എന്താണ് ഒരു പ്രശ്നം? അതിലെവിടെയാണ് നിങ്ങളെ മാനസിക രോഗിയാക്കണത്? അത് മനസ്സിലാക്കുക. സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ സ്കിൻ കെയർ, പല്ലിൻ്റെ കെയർ, മുടീൻ്റെ കെയർ ഒക്കെ ചെയ്യുന്ന പോലെ നിങ്ങളുടെ മനസ്സിൻ്റെയും ബുദ്ധീൻ്റെയും കെയർ ചെയ്യുന്നതിന് നിങ്ങൾ ആൾക്കാരെന്തിനാണ് കളിയാക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ എടുത്ത് സൈക്കോതെറാപ്പി ഒക്കെ എടുത്ത് ഫാസ്റ്റായിട്ട് ജീവിതം അടിപൊളിയായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ടൈപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ദിവസം പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.